ഇത് ഉള്ളിത്തണ്ടാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഉള്ളിപ്പൂ എന്നൊക്കെ പറയും. ഇത് വെച്ചിട്ട് ഞാൻ ഇന്നൊരു മുട്ടത്തോരനും ഒരു ഓംലേറ്റുമാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മുട്ട എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ, പച്ചമുളക്, സവാള, പിന്നെ കുരുമുളക് പൊടിയും ഉപ്പും, പിന്നെ കടുകും വേപ്പിലയും ചുവന്ന വറ്റൽമുളകും. പിന്നെ എടുത്തിട്ടുള്ളത് ഉള്ളിത്തണ്ട് കഴുകിയെടുത്തതാണ്. ഫസ്റ്റ് നമുക്ക് ഇതെടുത്തിട്ട് ചെറുതാക്കി മുറിച്ചെടുക്കാം. ഒരു 2 പിടി എടുത്തിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ബാക്കി തോരനാക്കാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. ഈ അരിഞ്ഞു വെച്ചത് കാണാൻ നല്ല ഭംഗിയാണ്. കുഞ്ഞു കുഞ്ഞു റിങ്ങുകളാണ്. ഉള്ളിത്തണ്ട് അരിഞ്ഞു കഴിഞ്ഞു. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കൊരു 6 സ്പൂണ് സവാള മുറിക്കാം. ഇനി പച്ചമുളക് നല്ല ചെറുതാക്കി മുറിക്കാം. ഇനി ആദ്യം നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാം. ആവശ്യത്തിനുള്ള മുട്ട പൊട്ടിച്ചൊഴിക്കാം. നിങ്ങളുടെ വീട്ടിൽ കോഴി മുട്ട ഇടുന്നുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. ഇല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ട ഉപയോഗിക്കാം. ഇനി പാകത്തിന് ഉപ്പിടാം. പിന്നെ ആവശ്യത്തിന് അല്പം കുരുമുളക് പൊടി ഇടാം. എരിവിനുള്ള പച്ചമുളക് ഇടാം. ഇതിനെ നല്ല കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് റെഡ് ബെൽ പെപ്പർ അല്ലെങ്കിൽ യെല്ലോ ബെൽ പെപ്പറൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഇത് ഇങ്ങനെ തന്നെ കാണാനും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. നല്ല ഉള്ളിയുടെ ടേസ്റ്റാണ് ഈ തണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എരിവോ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പാന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അമൂലിൻ്റെ ചീസാണ്. അതിൽ നിന്ന് 1-2 സ്ലൈസ് എടുത്തിട്ട് ഈ ഓംലെറ്റിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഉള്ളിത്തണ്ട് ഓംലെറ്റ് ഇവിടെ റെഡിയായി. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ഞാൻ ഉള്ളിത്തണ്ട് കൊണ്ട് മുട്ടത്തോരനാണ് തയ്യാറാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാനൊരു സോസ് പാൻ എടുത്ത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കാം. അത് കഴിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്നാൽ പച്ചമുളക് ചേർക്കാം. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. നിങ്ങളെടുക്കുന്ന പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ലേശം ഉപ്പ് ചേർക്കാം. പച്ചമുളക് എണ്ണയിൽ വാടിയ നല്ലൊരു മണം വന്നു കഴിഞ്ഞാൽ ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം.
ഒന്നുകൂടി തുറന്ന് ഇളക്കി കൊടുക്കാം. വേവായിട്ടുണ്ട്. ഇനി കോഴിമുട്ട ചേർക്കാം. കോഴിമുട്ട അല്ലെങ്കിൽ 2 ചെറിയുള്ളി ഇട്ടിട്ട് തേങ്ങ ഒന്ന് ഒതുക്കി ചേർത്താലും മതി. അപ്പോൾ തേങ്ങ ഇട്ട തോരനായി. കോഴിമുട്ട ചേർത്താലും മുട്ട തോരനായി. ഈ മുട്ട ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ചിലപ്പം കോഴിമുട്ട ഇട്ടതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരും. ലേശം ഉപ്പ് ചേർക്കാം. അതായത് നമ്മൾ ചേർത്ത മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് ചിക്കിയ പോലെ ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് സഫ പറയും. ചൂടോടുക്കെ തന്നെ തിന്നണം. അപ്പോൾ ചീസിൻ്റെ ആ ഒരു നല്ല ടെക്സ്ചറിൽ കഴിക്കാൻ പറ്റുള്ളൂ. ചീസും ഓംലെറ്റും സ്പ്രിംഗ് ഓണിയനും ഒക്കെ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ് അല്ലേ? ഞാൻ ഡയറ്റിൽ വന്നതിന് ശേഷമാണ് ചീസൊക്കെ തിന്നാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പം നല്ലൊരു ചീസ് ഫാനാണ്. നല്ല അമൂലിൻ്റെ ചീസ് കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. അവിടുന്ന് അൽമറായൊക്കെ മേടിച്ച് കഴിക്കണ അതേപോലെ തന്നെ ഉണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ ഉണ്ടാക്കിയത് മുഴുവനും ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഓംലെറ്റ് കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഉള്ളിപ്പൂത്തോരന് കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കാൻ 2-3 സ്പൂണ് കഴിച്ചുള്ളൂ. അപ്പോൾ തന്നെ വയറ് ഫുള്ളായി. പിന്നെ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് പിറ്റേ ദിവസമാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഒരാളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ദിവസം ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ മതിയാകും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാ ദിവസവും സാധാരണ ഓംലെറ്റ് തന്നെ കഴിച്ച് മടുത്തവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും. പ്രത്യേകിച്ച് ചീസൊക്കെ ഇട്ടാൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. ചിലർ ചോദിക്കാറുണ്ട് ചീസ് എങ്ങനെയൊക്കെ കഴിക്കാമെന്ന്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.